നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാതെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാൾ കൂടിയ ഒരു നേട്ടം തരുന്നതിനായിട്ട് ബോണ്ടുകൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതിന് അനുബന്ധിച്ച് വളരെയധികം ചോദ്യങ്ങൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ സാധാരണ ആളുകൾക്കും വിശിഷ്യ NRIകൾക്കും ഈ ബോണ്ടുകളിൽ എങ്ങനെ നിക്ഷേപിക്കാം, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്താണ് അതിൻ്റെ റിസ്കുകൾ എന്നെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന വീഡിയോ ആണ് ഇന്ന്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മളുടെ ഫിക്സഡ് ഇൻകവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബോണ്ടുകളെ പറ്റി കാര്യമായിട്ടുള്ളൊരു അവബോധം ഇല്ലാത്ത ആളുകളായിരുന്നു നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ്. അവർക്ക് FDയേക്കാൾ കൂടിയൊരു റിട്ടേൺ, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയോ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെയോ റിസ്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടുമെന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്ന് അവർ നമ്മളെ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവർ നമ്മളോട് കുറേ ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മളുടെ ആളുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ NRIകൾ പ്രത്യേകിച്ച് ഈ ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. NRIകൾക്ക് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഇത് നമ്മളോട് ഖത്തറിൽ നിന്നുള്ള നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അത് അവരുടെ അനുവാദത്തോടു കൂടി അത് അവരുടെ ചോദ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ബോണ്ടുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും റിസ്കുകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റികളും എല്ലാം അറിയുന്നതിനായിട്ട് വീഡിയോ നമുക്ക് അവസാനമായിട്ട് കാണാം. അപ്പോൾ ആ കോൺവെർസേഷനിലേക്ക് പോകാം. RupeeMonkന്റെ സബ്സ്ക്രൈബറാണ്. കഴിഞ്ഞ ദിവസം ബോണ്ടുകളുടെ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് NRIകൾക്കും റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ രീതിയിലുള്ള പ്രോസസ്സ് തന്നെയാണ്. NRIകൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. എങ്ങനെയാണ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക? അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്? NRIകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് 3 തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന്, ഒരു NRO അക്കൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെക്കോ പാസ്ബുക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ കോപ്പിയാണോ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് അവരുടെ പാൻ കാർഡാണ്. കൃത്യമായിട്ടുള്ളൊരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് വേണ്ടത് NRI സ്റ്റേറ്റസോട് കൂടിയിട്ടുള്ള NRO അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ആ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ CMR കോപ്പിയും അത്യാവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഇന്ത്യക്കാരനെ പോലെ തന്നെ നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് NRIസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? NRIകൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബോണ്ടുകളിലും നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. ചില ബോണ്ടുകളിൽ NRIകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി ബോണ്ടുകളിലും NRIകൾക്കും സാധാരണ ഇന്ത്യക്കാർക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രോസസ്സ് ഇന്ത്യക്കാർക്കും റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കും ഒരേപോലെയുള്ള പ്രോസസ്സാണ്. അത് ഓൺലൈനായിട്ട് ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ആ ഡീറ്റെയിൽസ് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു OTP വരും. ആ OTP നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ ചോദിക്കും. ആ പാൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാനിൻ്റെ കോപ്പിയും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരിക NRO ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് NRO ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി, ഇതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് വേണ്ടത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു NRI സ്റ്റേറ്റസോടുള്ള ഡിമാറ്റ് അക്കൗണ്ട് NRO അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ബ്രോക്കറുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് CMR കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ആ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഇൻകം ത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇത് വെരിഫൈ ചെയ്യുകയും ഇത്
കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യും. തുടർന്ന് അവർ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് മാനേജറെ അസൈൻ ചെയ്യും. ആ റിലേഷൻഷിപ്പ് മാനേജർ നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും, നിങ്ങളെ തുടർന്നുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് തരും. ഇനി ഇത് നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പോകാനും സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ദ ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബോണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആഡ് ടു കാർട്ട് ചെയ്യുന്ന പോലെ ആഡ് കാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. തുടർന്ന് അവർ നിങ്ങളെ ഫോണിൽ വിളിച്ച് കൺഫേമും കൂടെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ അയച്ചു തരും. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നമ്മൾ ഈ ബോണ്ട് എത്ര രൂപയ്ക്കാണോ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് ആ ബോണ്ടിൻ്റെ എമൗണ്ട് നിങ്ങൾ RTGS ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അന്ന് രാത്രിയോട് കൂടി തന്നെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ബോണ്ടുകൾ റിഫ്ലക്റ്റ് ആവാനായിട്ട് തുടങ്ങും. അതാണ് ഒരു എൻഡ് ടു എൻഡ് പ്രോസസ്സ്. ഇത് ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ തരം ബോണ്ടുകളാണ് ഉള്ളത്? ദ ഫിക്സഡ് ഇൻകത്തിൽ പലതരത്തിലുള്ള ബോണ്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ, സോവറിൻ ഗ്യാരണ്ടിയുള്ള ബോണ്ടുകൾ, അതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകൾ എല്ലാം അവൈലബിൾ ആണ്. ഇൻകം ടാക്സ് ലാഭിക്കാനായിട്ട് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റുമോ? നിങ്ങൾക്ക് ടാക്സ് ലാഭിക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ബോണ്ടുകളുണ്ട്. അത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ലാഭിക്കുന്നതിനായിട്ടുള്ള ബോണ്ടുകളാണ്. അതായത് REC, NHAI, PFC, IRFC തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബോണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ടിന് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു വീടൊക്കെ വിറ്റ് ഒരു സ്ഥലമൊക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 10%, 20%, 30% ഒക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ലാഭം കിട്ടിയിട്ടുള്ള എമൗണ്ട് നിങ്ങളിവിടെ ഈ ബോണ്ടുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടാം. തുടർന്ന് 5-6% ഈ ബോണ്ടുകൾക്ക് പ്രോഫിറ്റും ലഭിക്കും. ബോണ്ടുകൾ മേടിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രധാനമായിട്ടും ഒരു 6 കാര്യമാണ് ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ. ബോണ്ട് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഈ കമ്പനി ഈ ബോണ്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ, ഈ ബോണ്ട് എത്ര കാലത്തേക്കുള്ള ബോണ്ടാണ്, എന്നാണ് ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. അടുത്തതായിട്ട് വേണ്ടത് ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് ആണ്. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പനി ഇറക്കുന്ന സമയത്ത് ഇത് എത്ര പലിശ തരും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കൂപ്പൺ റേറ്റ്. അടുത്തായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബോണ്ടിൻ്റെ ബൈയിങ് പ്രൈസ് നോക്കണം. നിങ്ങളിത് എത്ര രൂപയ്ക്ക് ഇതിപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. സാധാരണ നല്ല ബോണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1000 രൂപയുടെ ബോണ്ടാണെങ്കിൽ ഇപ്പോൾ 1010-നോ 1020-നോ ഒക്കെയാണ് ഇരിക്കും വാങ്ങേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റുള്ള മുൻകാലങ്ങളിലെ ബോണ്ടുകൾക്ക് കൂടുതൽ വില കൊടുത്ത ആളുകൾ വാങ്ങും. കാരണം എന്താ, നമുക്ക് ഭാവിയിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒരു പ്രീമിയത്തിൽ വാങ്ങുന്ന ബോണ്ടുകളുണ്ട്. ചില ബോണ്ടുകൾ അത്ര നല്ല ബോണ്ടുകളല്ല എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ പ്രൈസ് കിട്ടും. അതായത് 1000 രൂപയുടെ ബോണ്ട് ചിലപ്പോൾ 990 രൂപയ്ക്കോ 950 രൂപയ്ക്കോ ഒക്കെ വിൽക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസിന് കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ ആ ഒരു ബൈയിങ് പ്രൈസ്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ yield to maturity അല്ലെങ്കിൽ yield റേറ്റ് ആണ് അറിയേണ്ടത്. അതായത് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ഈ ബോണ്ട് എത്ര ലാഭം തരും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 12% ബോണ്ട് ആണ്, 1000 രൂപയുടെ ഒരു ബോണ്ട് നിങ്ങൾ വാങ്ങുകയാണ്, 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട് നിങ്ങൾ 12% അതിൻ്റെ റേറ്റ്, കൂപ്പൺ റേറ്റ് എന്നുണ്ടെങ്കിലും നിങ്ങളത് 1200 രൂപയ്ക്ക് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റ് 10%-ലേക്കൊക്കെ താഴാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതാണ് yield to maturity. yield to maturity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന റേറ്റ്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഈ ബോണ്ട് മിക്കവാറും ഇൻട്രസ്റ്റ് പേ ചെയ്യുക മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബോണ്ട് തീരുന്ന സമയത്ത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതുവരെ ആ ബോണ്ട് എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ബോണ്ട് വാങ്ങുമ്പോൾ ഓൾറെഡി കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനെ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ചിലപ്പോൾ ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് തരുന്ന ഒരു ബോണ്ട് 2 മാസത്തിന് ശേഷമാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്കാണ് കിട്ടുക അല്ലേ. അപ്പോൾ അതിനെയാണ്, ആ 2 മാസത്തെ ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുക, അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അടുത്തതായിട്ട് നമ്മൾ
ചെക്ക് ചെയ്യേണ്ടത് സീനിയോറിറ്റിയാണ്. സീനിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ തകർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് ഈ പണം തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സീനിയോറിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീനിയോറിറ്റിയുള്ള ബോണ്ടുകൾ വാങ്ങുന്നതാണ് കുറേ കൂടെ സേഫ്. പക്ഷേ സീനിയോറിറ്റിയുള്ള ബോണ്ടുകൾക്ക് താരതമ്യേന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബോണ്ടുകൾ വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ പിന്നെ അതിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഒക്കെ ഇൻകം ടാക്സ് കൊടുക്കണോ? അതെങ്ങനെയാണ്? നമ്മൾ ബോണ്ടുകൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ബോണ്ട് വാങ്ങിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന് അത് ലിസ്റ്റഡ് ആയിട്ടുള്ള ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ ഷെയറുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നോ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളിത് ലിസ്റ്റഡ് അല്ലാത്തൊരു ബോണ്ടാണ് വാങ്ങി വിൽക്കുന്നത്, അപ്പോൾ കിട്ടുന്ന ലാഭത്തിന് നിങ്ങൾക്ക് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് വരുന്ന തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് വരും. അതൊക്കെ എത്രയൊക്കെ റേറ്റ് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. മറ്റ് ടാക്സേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ഗെയിൻസ് അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മളുടെ ഇൻകത്തോട് കൂടി കൂട്ടുകയും വാർഷിക വരുമാനത്തോട് കൂടി കൂട്ടുകയും ആ വാർഷിക വരുമാനം നമ്മളുടെ ആ വാർഷിക വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരുമാണ്. അതായത് ഈ ബോണ്ടുകളിൽ TDS പിടിക്കില്ല. അതായത് ബോണ്ടുകളിൽ മൊത്തം നമുക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എത്രയാണോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. അതിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്യില്ല. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ അതർ ഇൻകം എന്നുള്ള ഗ്രൂപ്പിൽ ചേർക്കുകയും ആ അതർ ഇൻകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതർ ഇൻകത്തിന് നിങ്ങളുടെ അതിനനുസരിച്ച് നിങ്ങളുടെ ടാക്സ് ലാബിനനുസരിച്ചുള്ള ഒരു ടാക്സ് കൊടുക്കുകയും വേണ്ടി വരും. ബോണ്ടുകൾ വെച്ചിട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാനായിട്ട് പറ്റുമോ? പല സ്ഥാപനങ്ങളും നല്ല ബോണ്ടുകൾ ലീനാക്കിയിട്ട് വെച്ച് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആക്കി വെച്ച് ബോണ്ടുകൾക്ക് മേൽ ലോൺ കൊടുക്കുന്നുണ്ട്. നല്ല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ നമുക്ക് ബോണ്ടുകൾ ഉപയോഗിച്ച് ലോൺ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കാറുണ്ട്. ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ബോണ്ടുകളിൽ റിസ്ക് ഉണ്ട് കേട്ടോ. റിസ്ക് ഇല്ലാത്ത ഇൻസ്ട്രുമെൻ്റ് ഒന്നുമല്ല ബോണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബോണ്ടുകളിൽ ചെറിയ രീതിയിലുള്ള റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. 3 തരത്തിലുള്ള റിസ്ക് ആണുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി റിസ്ക് ആണ്. അതായത് ബോണ്ട് നമ്മൾ വാങ്ങിയിട്ട് 10 വർഷത്തെ ഒരു ബോണ്ടാണ്, നമുക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കാൻ നമ്മൾക്ക് തയ്യാറാണ് എന്നുണ്ടെങ്കിലും വാങ്ങാൻ ഓപ്പോസിറ്റ് സൈഡിൽ ആളുണ്ട് എന്നുണ്ടെങ്കിലേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫിക്സഡ് ഇൻകത്തിൽ വാങ്ങാൻ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബോണ്ടുകൾ വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സെൽ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു നിങ്ങൾ ഇതിൻ്റെ ഫിക്സഡ് ഇൻകത്തിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകളൊക്കെ വിൽക്കുന്ന പോലെ നമ്മൾക്ക് എളുപ്പത്തിൽ വാങ്ങി വിൽക്കാൻ പറ്റുന്ന കാര്യമല്ല ബോണ്ടുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഡ്യൂറേഷൻ, അതായത് 10 വർഷത്തെ ബോണ്ടാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ 10 വർഷത്തിനുള്ളിൽ ആവശ്യം വരാൻ സാധ്യതയില്ലാത്ത പണം മാത്രം ബോണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ള രീതി നന്നായിരിക്കാനാണ് സാധ്യത. അതാണ് ലിക്വിഡിറ്റി റിസ്ക്. രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയും. അതായത് നമ്മൾക്ക് ഈ ബോണ്ട് കിട്ടുന്നത് 10% റേറ്റ് വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബോണ്ട് മെച്യൂർ ആവുന്നത്. അങ്ങനെ മെച്യൂറായി വരുമ്പോൾ നമുക്ക് ഈ 10% തുടർന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചായിരിക്കും അന്നത്തെ ബോണ്ടുകൾ നമുക്ക് ഇഷ്യൂ ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കിട്ടുന്ന ലാഭം കുറയാനുള്ള സാധ്യതയാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് റേറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുക. മൂന്നാമത്തെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിനെ നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഓരോ സ്ഥാപനത്തിനും ഓരോ ബോണ്ടിനും ഒരു നിശ്ചിത റേറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. AAA, AA, BBB, BB, B, C, D അങ്ങനെ പറഞ്ഞിട്ടാണ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ AAA ആണ് ഏറ്റവും നല്ല ബോണ്ട്, D ആണ് ഏറ്റവും മോശം ബോണ്ട്. അപ്പോൾ നിങ്ങൾ ഈ താഴേക്ക് വരുന്തോറും ബിയും സിയും ഡിയും ഒക്കെ ആവുന്തോറും നമ്മൾക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുകയാണ്. അതിനെയാണ് പറയുക ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുക. അപ്പോൾ ഈ ക്രെഡിറ്റ് റിസ്ക് ഉള്ള ബോണ്ടുകൾ പരമാവധി വാങ്ങാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ AAAയോ AAയോ എയോ ആയിട്ടുള്ള ബോണ്ടുകൾ മാത്രം വാങ്ങുക എന്നുള്ളത് നമ്മൾക്ക് ആ ക്രെഡിറ്റ് റേറ്റ് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ബോണ്ടുകൾ വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ക്രെഡിറ്റ് റേറ്റിംഗ്. ആ ബോണ്ടുകളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്തായാലും ശ്രദ്ധിക്കണം. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നമ്മൾ വിട്ടുപോയി. പക്ഷേ ക്രെഡിറ്റ് റേറ്റിംഗ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിനിമം എത്ര രൂപ തൊട്ട് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം? എത്രയാണ് അതിൻ്റെ മിനിമം മാക്സിമം റേഞ്ച് വരുന്നത്?
ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 രൂപയാണ്. 10,000 രൂപ തൊട്ടുള്ള ബോണ്ടുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെയും ഒക്കെ ബോണ്ടുകൾ അവൈലബിൾ ആണ്. വെറും 10,000 രൂപ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ള ബോണ്ടുകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ എൻ്റെ ഫാദർ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ബോണ്ടാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ഇൻകം നിങ്ങൾക്ക് കിട്ടണം, എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, സീനിയർ സിറ്റിസൻസിന്, അല്ലെങ്കിൽ ഒരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള NRIകൾക്കോ അല്ലെങ്കിൽ റിട്ടയർ ആവാനായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ല ഇൻസ്ട്രുമെൻ്റാണ് ഈ ബോണ്ടുകൾ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് TheFixedIncome എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യൂ, കമൻറ്റും ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.